ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാവേരി ആണെങ്കിലോ അവിടുന്ന് വരിക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും വർഷയിൽ ആ ഇഞ്ചക്ഷൻ വെക്കാൻ സാധിച്ചിട്ടില്ല. ആ കാര്യം തന്നെ ശരത്തിനോടും ആരതിയോടും വന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇങ്ങനത്തെ ഒരു അവസരം ഇനി കിട്ടുമെന്ന് ചോദിക്കുന്നു കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇനി എന്താ കിട്ടാൻ പ്രയാസമൊന്നുമില്ല, പക്ഷേ ആ ഒരു പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റേണ്ട സമയം വേണം. പക്ഷേ അതിന് മുന്നേ തന്നെ വർഷയ്ക്ക് ഓർമ്മ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങാനും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പിടിക്കപ്പെടില്ലേ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അങ്ങനെ പിടിക്കപ്പെടുകയൊന്നുമില്ല കാവേരി. നമ്മളങ്ങ് തീർത്ത് കളയും എന്ന് തന്നെയാണ് കേട്ടോ കാവേരി പറയുന്നത്. പക്ഷേ ആരതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കും എന്ന് പറയുന്നുണ്ട്. അഥവാ തന്നെ ആ ഒരു പെൺകുട്ടികൾ നമുക്കെതിരായി തിരിഞ്ഞാൽ തന്നെ അവരെ ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈവശം ഉണ്ടല്ലോ, പിന്നെന്താണ്. പക്ഷേ സൂക്ഷിക്കണം, ആ വിവേകിനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അവന് ഫിനാൻഷ്യലി വളരെ ഹൈ ആണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യം പറയാൻ പറ്റില്ല. എന്ത് സാഹചര്യത്തിലും അവൻ നേരിടും. അവനാണെങ്കിൽ ഒരൊറ്റ മകനേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേനും ശരത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവനെ ഒരു കടിഞ്ഞോളിടാം, കാരണം അവന് എന്തായാലും തിരിയില്ല, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. എന്തായിരുന്നു ശരത്തിൻ്റെ പ്ലാൻ എന്ന് കാവേരി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരി, അത് ശരത്തേട്ടൻ ഏറ്റിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ നടക്കുമെന്നും പറയുന്നു. അങ്ങനെ നിരഞ്ജനയും ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സിനെയും കാണിക്കുന്ന കേട്ടോ. എന്തായാലും അന്ന് ദിവസം ഒരു വോയിസ് മെസ്സേജ് ഒരു പെൺകുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന ഒരു കുട്ടി. അവൾ കുറച്ച് ഡീറ്റെയിൽസ് മെസ്സേജ് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മെസ്സേജ് രൂപത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, വഴിയോരത്തൊക്കെ ഒരാൾ വന്നിട്ട് ഒരു സാധനം കൈമാറുന്നുണ്ട്. സ്ഥിരം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ആളുകൾ മാറുന്നുണ്ട്. പക്ഷേ ഞാനൊരു ദിവസം അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അയാളെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഒരു വീട്ടിലും എല്ലാ സ്ഥലത്തും അയാൾ അത് കൊടുക്കുന്നത് കാണുന്നു. പക്ഷേ അധിക നേരമൊന്നും അവർ സംസാരിച്ച് നിൽക്കുന്നുമില്ല. ആ സാധനം കൊടുക്കും, ക്യാഷ് വാങ്ങുകയും പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ പെൺകുട്ടിയാണ് അവിടെ വാതിൽ തുറന്നത്. പക്ഷേ അവിടെ നിന്നിട്ടുള്ള ഒരു പയ്യൻ ആകെ ലഹരിക്ക് അടിമയായിട്ടിരിക്കുന്നു. അതേസമയം തന്നെ എന്താ ഇവിടെ പ്രശ്നം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സാധനം കൊടുക്കാൻ വന്ന ആളും ആ വീട്ടിലേക്ക് വരുന്നു. നല്ല പരിചയക്കാരെന്ന നിലയിൽ തന്നെ അവർ ആ സാധനം കൊടുത്തതിന് ശേഷം അയാൾ തിരിച്ചു മടങ്ങി പോവുകയാണ്. പിന്നീട് ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് അതിനകത്ത് അങ്ങനെ ആ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതും ചെറുപ്പക്കാരാണ് അത് ഉപയോഗിക്കുന്നതും. ഇതെല്ലാം കേൾക്കുന്ന പോലീസ് ഓഫീസർ, എന്തായാലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ കുട്ടി ഇപ്പോൾ കോമ സ്റ്റേജിലും ആണെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ആ ഏരിയ ഒന്ന് പോയി സെർച്ച് ചെയ്യണമെന്ന് നിരഞ്ജന പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കണ്ണെത്താത്ത ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും ഇവരുടെ പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. പക്ഷെ നമ്മൾ ഒരു ഓഫീസേഴ്സായിട്ടല്ല അവിടേക്ക് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും കാര്യങ്ങൾ നടത്താലോ എന്ന് പറയുന്നു. അങ്ങനെ അവർ തിരിയാട്ടോ. പിന്നീടാണെങ്കിലോ വർഷയുടെ ബർത്ത്ഡേനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജുവിൻ്റെ ജോലിയെക്കുറിച്ച് എന്തായാലും അഭി ചോദിക്കുന്നു. അഞ്ജു ആണെങ്കിൽ പറയുന്നത് എങ്ങനെയാണ്, എന്തായാലും സത്യം പറയണോ അതോ കള്ളം പറയണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമോ അതോ കള്ളമോ, അങ്ങനെ എന്തായാലും നീ സത്യം പറയുമെന്ന് പറയുന്നു. വളരെയധികം ബോറാണ്, വളരെ ടയേർഡാണ്. കാരണം ഫുഡ് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വഴക്ക് കേൾക്കും. പിന്നെ ഇവള് പറയാറില്ലേ ആ ചൊറിയൻ മാനേജറിനെ കുറിച്ചെന്ന്. പക്ഷേ അയാൾ ചൊറിയാണെങ്കിൽ തന്നെ മാഡത്തിന് വർഷം ഒത്തിരി ഇഷ്ടമായിരുന്നു. കൃത്യസമയത്ത് അവളുടെ ജോലി കാര്യത്തിൽ അവർ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവളെ സമ്മതിക്കണം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വർഷ ഇങ്ങനെ എത്തി നിൽക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് ശരത്തും അതുപോലെ ആരതിയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുന്നു. എന്താ എല്ലാവരും ചർച്ച ചെയ്യുന്നത്? അല്ല, നാളെ വർഷയുടെ ബർത്ത്ഡേ ആണ്, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചതാണെന്ന് പറയുന്നു. എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളോട് പറയാത്തത്? ബർത്ത്ഡേ ആയിട്ട് നിങ്ങളുടെ പ്ലാനിങ് എന്താ? ഒന്ന് അമ്പലത്തിൽ പോകണം, തൊഴണം, എന്നിട്ട് ഇവളെ അടുത്ത് വന്നിരിക്കണം എന്ന് പറയുന്നു. ഇത് ആഘോഷിച്ചൂടെ ചെറുതായിട്ടെങ്കിലും? ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ചേച്ചി എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ആഘോഷം എന്ന് പറയുന്നുണ്ട്. ഞാനെന്തായാലും വർഷയ്ക്കുള്ള കേക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ആരതി. അതിനുശേഷം തന്നെ എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോവുക? ഇവൾക്ക് അങ്ങനെ ഫ്ലേവറുള്ള ഏത് ഫ്ലേവറാണെന്നൊന്നും ഇഷ്ടമല്ല, എല്ലാ ഫ്ലേവറും അവൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രീം എടുത്തിട്ട് ഞങ്ങളുടെ മുഖത്തൊക്കെ തേക്കുന്നതായിരുന്നു ഇവളുടെ ബെസ്റ്റ് ഹോബി എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരതിയും അതുപോലെ തന്നെ ശരത്തും അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്.
പിന്നെ ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘത്തിൻ്റെ അടുത്ത് നിരഞ്ജനയും അവരുടെ ടീമും കൂടി എത്തുന്നുണ്ട്. അങ്ങനെ അവർ പിടിക്കപ്പെടാനായിട്ട് നോക്കുന്ന സമയത്ത് വഴുതി പോവാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അധികം താമസമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ വേരുകൾ അന്വേഷിച്ച് തന്നെയാണ് അവരെത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവും അതുപോലെ തന്നെ ശിവയും കൂടി അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വർഷയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴത്തേനും അവിടെ ഒരു അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മ വന്നതിന് ശേഷം തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. വർഷയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ കൂട്ടുകാരിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ മനസ്സിലായി വർഷയെക്കുറിച്ചാണെന്നുള്ളത്. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. ആ അമ്മയാണെങ്കിലോ കൂട്ടുകാരിയെക്കുറിച്ച് നല്ലപോലെ ചോദിക്കുന്നുണ്ട്. വർഷയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവളിപ്പോൾ കിടപ്പിലാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുന്ന അഞ്ജുവിനും ശിവയ്ക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇതിപ്പോൾ ഈ അമ്മയെ ആദ്യം പരിചയമില്ല, പിന്നെ ഈ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. എന്നിട്ട് അമ്മയോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അമ്മ പറയുന്നുണ്ട്, ഇപ്പം അവളൊന്ന് തളർന്നു പോയെന്നേ ഉള്ളൂ, പക്ഷേ മുടങ്ങിപ്പോയി ആ കല്യാണം വീണ്ടും തന്നെ നടക്കും, സന്തോഷമായിട്ട് ആ കുട്ടി ജീവിക്കും. പക്ഷേ അതിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. സമയമാവുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാതിരിക്കുകയൊന്നുമല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ശിവയ്ക്കും മഞ്ജുവിനും ഒത്തിരി സങ്കടമാവുന്നുണ്ട്, അതിനേക്കാൾ ഉപരി സന്തോഷമാവുന്നുണ്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ വർഷ തിരിച്ചു വരുമെന്ന് കേൾക്കുന്ന അവർക്ക് സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അമ്മ അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെയാണ് കേട്ടോ അവർക്ക് ആ അമ്മയെ തോന്നുന്നത്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, സമയമാകുമ്പോൾ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനും അതിന് പ്രതിവിധി ഉണ്ടാക്കാനും സാധിക്കും. എന്തായാലും ആ മോള് തിരിച്ചു വരുമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ അമ്മ പോന്നു. അപ്പോഴത്തേനും അഞ്ജുവിന് വളരെയധികം വിശ്വാസമായി കേട്ടോ. അത് തൻ്റെ മുന്നിൽ ഒരു ഭഗവതിയെ പോലെ പ്രത്യക്ഷപ്പെട്ടതാണ്. വർഷയ്ക്ക് ഒരുപാട് ഭക്തിയുള്ള ഒരാളാണ് നമ്മുടെ വർഷ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതും ആ ഒരു ദേവിയുടെ പ്രതിനിധി തന്നെയായിരിക്കും എന്നൊക്കെ. ശിവ, നമ്മൾ ഈ അമ്മയോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ, അമ്മയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക? വർഷയുടെ കാര്യങ്ങൾ എന്ന് വ്യക്തമായിട്ടാണ് ആ അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതിലൊക്കെ സത്യമില്ല ശിവ. ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് ശിവ, നമ്മുടെ വർഷ അവൾ തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായി. കാരണം ഈ അമ്മയുടെ ഈ വാക്കുകൾ അത് വെറുതെ ആവില്ല, ഇത് സത്യമുള്ള കുറച്ച് വാക്കുകളാണ്. പക്ഷേ അവൾ ആരോ തളർത്തി കിടത്തിയതുപോലെ കുറച്ചുകൂടി നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വർഷയുടെ ചുറ്റും നമ്മൾ ഒരിക്കലും തന്നെ പിന്മാറാനായിട്ട് പാടില്ല. അവളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവണം തന്നെയല്ലേ ആ അമ്മ പറഞ്ഞത്. ഒരു നിമിഷം പോലും അവളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ പാടില്ല. നമ്മൾ കൂടെ ഉണ്ടായാൽ അവൾ അതിലേറെ ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരുമെന്ന് ആ അമ്മ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തി നിൽക്കാം ശിവ എന്ന് പറയുന്നു. എന്തായാലും ഇത് അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ്. ഇതിലൂടെ തന്നെ വർഷ തിരിച്ചു വരും. അതിനുവേണ്ടി അവർ പൂർണ്ണ പരിശ്രമം നടത്തും. വർഷയുടെ അരികിൽ നിന്ന് അവരൊരിക്കലും തിരിച്ചു പോവുകയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.